കോടതി വ്യവഹാരങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഭാരതീയ അഭിഭാഷക പരിഷത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സാധാരണക്കാർക്ക് നീതി ലഭിക്കുവാനുള്ള അവസരമാണ് കോർട്ട് ഫീസ് വർധനവിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നതെന്ന് അഭിഭാഷക പരിഷത്ത് ആരോപിച്ചു. അഭിഭാഷക ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക, നീതിക്കായി നടപ്പിലാക്കിയ തീവില പിൻവലിക്കുക. സംസ്ഥാന ബജറ്റിലെ കോർട്ട് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭാരതീയ അഭിഭാഷക പരിഷത്ത് പ്രതിഷേധിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. കോർട്ട് ഫീസ് വർധനവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് പറഞ്ഞു. സാധാരണക്കാരന് നീതി ലഭിക്കുവാനുള്ള അവസാനത്തെ പിടിവള്ളിയാണ് കോർട്ട് ഫീസ് വർധനവിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നതെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി അണിയൂർ അജിത് കുമാർ ആരോപിച്ചു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാർ എല്ലാ രംഗത്തും വരുമാനം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ക്ഷേമപ്രവർത്തനം എന്നുള്ളതിനുപരി ക്ഷേമപ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പൈസ കണ്ടെത്താൻ മറ്റു പല മാർഗങ്ങളുണ്ടായിരിക്കവേ യാതൊരു നിവൃത്തിയുമില്ല, അല്ലെങ്കിൽ എല്ലാ അവസാനത്തെ അത്താണിയായിട്ടുള്ള ജനത്തിൻ്റെ അവസാന അത്താണിയായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് പോലും പൈസ ഈടാക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ്. സർക്കാർ ചെലവിൽ നീതി നിർവഹണം നടത്തേണ്ടതിന് പകരം ആ നീതി നിർവഹണത്തിൽ നിന്നും പൈസ ഈടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഫണ്ട് കൂട്ടുകയും അതുവഴി ദൂർത്ത് നടത്തുകയും ചെയ്യുന്നതാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് അഭിഭാഷകർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ. അഭിഭാഷക സംരക്ഷണ നിയമം നടപ്പിലാക്കി അഭിഭാഷകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അഭിഭാഷക പരിഷത്ത് ആവശ്യപ്പെട്ടു. 25 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാലാകാലങ്ങളായി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അഭിഭാഷക സംരക്ഷണ നിയമം പാസാക്കുക. എല്ലാ നിയമമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാർക്കും മന്ത്രിമാർക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒരു സംരക്ഷണ നിയമം നടപ്പിലാക്കണം. അതിനൊന്നും യാതൊരു അനക്കവുമില്ല. അപ്പോൾ ഏത് രീതിയിലായിരുന്നാലും സർക്കാർ ചെലവിലൊരു നീതി നടത്തുക, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുന്നതിന് പകരം അതിൽ നിന്നും ആ പിച്ചച്ചട്ടിയിൽ നിന്നും പൈസ ഈടാക്കി എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അഭിഭാഷക പരിഷത്ത് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് വെള്ളായണി രാജഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് AG ശ്യാംകുമാർ, സെക്രട്ടറി പ്രദീപ് കുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.